ഹലോ ഗൈസ്, ബിന്ദു കിച്ചൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ ചെയ്യാൻ പോണത് ഉണ്ണിയപ്പമാണ്. അപ്പോൾ ഉണ്ണിയപ്പത്തിനൊക്കെയുള്ള സാധനങ്ങൾ: ഒരു 300 ഗ്രാം ശർക്കര, കുറച്ച് തേങ്ങ അരിഞ്ഞത്, അരിപ്പൊടി കുറച്ച്, അതൊരു 10 ഉണ്ണിയപ്പത്തിനുള്ളതാണ്, കുറച്ച് എള്ള്, 50 ഗ്രാം നെയ്യ്, പിന്നെ നമ്മൾ ചെറിയ ജീരകം ശകലം, ഏലയ്ക്ക കുറച്ച്, അതും കൂടെ ഒന്ന് നമുക്ക് പൊടിച്ചെടുക്കാം. അപ്പം നമുക്ക് അടുപ്പ് പറ്റിക്കാം. നമ്മളൊരു ചരുവം വെച്ച് നമുക്കതിൽ 300 ഗ്രാം ശർക്കര ഇട്ട് വെള്ളം വീട്ടി നമുക്കതൊന്ന് ഉരുക്കിയെടുക്കാം. കുറച്ച് വെള്ളം വീട്ടാം, നമുക്കത് ഉരുക്കിയെടുക്കാനാണ്. അപ്പോൾ നമ്മളെ ശർക്കര നല്ലോണം നമുക്ക് ഉരുക്കി ഒന്ന് നമുക്ക് അരിച്ചെടുക്കാം. നമ്മൾ മാവൊന്ന് ശകലം വെള്ളം വീത്തി മിക്സിയുടെ ജാറിലിട്ട് നമുക്കിതെല്ലാം കൂടെ ഇട്ട് നമുക്ക് എന്നിട്ട് അടിക്കണം. ശർക്കരയിലെ അഴുക്കെല്ലാം പോകാൻ വേണ്ടിയാണ് നമ്മളിത് ഉരുക്കി എടുക്കുന്നത്. ഉരുക്കി നമുക്ക് അരിച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇത് ഉരുകുമ്പോഴത്തേക്ക് നമുക്ക് ശകലം തേങ്ങ ഒന്ന് നെയ്യ് വീത്തി ഒന്ന് മൂപ്പിച്ചെടുക്കാം. നെയ്യ് വീത്തി നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. ചട്ടി ചൂടാവട്ടെ. തേങ്ങ അല്ലാതെയും വേണമെങ്കിൽ നമുക്ക് ഇടാം. കുറച്ച് നെയ്യിൽ നമുക്കൊന്ന് അത് മൂപ്പിച്ചെടുക്കാം. തേങ്ങ മൂപ്പിക്കാതെ വേണമെങ്കിലും എടുക്കാം. നമുക്ക് തേങ്ങ മൂപ്പിച്ച് നമ്മൾ എടുക്കുള്ളൂ, അതുകൊണ്ട്. അപ്പം തേങ്ങ ഒന്ന് മൂപ്പിച്ച് വെച്ച് നമുക്കതിഞ്ഞ് മാറ്റിയിട്ട് നമുക്ക് ശർക്കര ഉരുക്കി ഞാൻ അരിച്ച് വെച്ചിരിക്കുന്നതിൻ്റെ പൊടിയെല്ലാം പോകാൻ വേണ്ടി നമുക്കിനി മാവ് കലക്കാം. ഞാൻ കുറച്ച് മാവേ എടുത്തിട്ടുള്ളൂ. നമുക്ക് അതിൽ ഈ ഉരുക്കി അരിച്ച് വീട്ടിയ ശർക്കര പണിയും കൂടെ വീത്താം. അത് കറക്റ്റ് അപ്പം ഇതാവാൻ വേണ്ടിയാണ് കേട്ടോ. വെള്ളം ശർക്കര ഒരു പൊടിയോളം ഉപ്പ്, തോനെയൊന്നും ഇടൂല, കുറച്ച്. ഒത്തി ശകലം അപ്പക്കാരപ്പൊടി കുറച്ചതൊന്ന് പൊങ്ങാൻ വേണ്ടിയാണ്. അപ്പം നമുക്കിതൊന്ന് കലക്കിയിട്ട് നമുക്കതൊന്ന് കലക്കിയതിന് ശേഷം നമുക്കൊന്ന് മിക്സിയുടെ ജാറിലിട്ട് ഒന്നങ്ങ് അടിക്കാം. അപ്പം നല്ല ഇതാവും. അതിന് ശേഷം നമുക്കൊന്ന് എള്ളും ഇട്ട്, ഏലക്കപ്പൊടി, കുറച്ച് ജീരകം, തേങ്ങ മൂപ്പിച്ചതും കൂടെ നമുക്കതിലിടാം. നമുക്കൊന്ന് ഇനി മിക്സിയുടെ ജാറിലിട്ടൊന്ന് അടിച്ചെടുക്കാം. ഒന്ന് അടിച്ചെടുത്ത് നമ്മളത് എള്ള് കുറച്ച്,
നമ്മൾ തേങ്ങ മൂപ്പിച്ചതും കൂടെ നമുക്ക് അതിൽ ഇടാം. ജീരകം ചതച്ചതും ഏലക്കപ്പൊടിയും കൂടെ ഇട്ട് അതും കൂടെ ഇട്ട് നമുക്കൊന്ന് ഇളക്കാം. ഈ പരുവത്തിനാണ് നമ്മൾ കലക്കുന്നത്. അപ്പം കുറച്ച് നെയ്യും കൂടെ നമുക്ക് അതിലിടാം കേട്ടോ. കുറച്ച് നെയ്യും കൂടെ നമുക്ക് അതിലിടാം. പഴം വേണമെന്നുള്ളവർക്ക് അതിൽ ഞവടി ചേർക്കാം. ഈ പരുവത്തിൽ. അപ്പം നമുക്ക് ഇനി ചട്ടി വെച്ച് ചട്ടി ചൂടായതിന് ശേഷം നമുക്ക് ഉണ്ടാക്കാം. അപ്പം നല്ലോണം ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് എണ്ണ വിത്താം. നമുക്കിനി എണ്ണ വിത്താം. അപ്പം നമ്മളെ ഉണ്ണിയപ്പം റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. എണ്ണ നല്ലോണം ചൂടാവട്ടെ. അതിന് ശേഷം നമുക്ക് വീത്താം. നമ്മുടെ ഉണ്ണിയപ്പത്തിന് വീത്തുമ്പോൾ മാവ് വീത്തുമ്പോൾ നിറയെ വീത്താൻ നോക്കരുത്. പകുതിയെ വീത്താവുള്ളൂ, എങ്കിൽ അത് പൊങ്ങി വരും. അപ്പം എണ്ണ നല്ലോണം ചൂടായി നമുക്കതിൽ വീത്താം. തീ കുറച്ച് വെക്കണം. ഇങ്ങനെയാകുമ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഉണ്ണിയപ്പം കിട്ടും. ഇത് വലിയ ഇതെല്ലാം 3 ഉള്ളില്ല. അപ്പം കുറച്ച് നേരം പിടിക്കും ഇത്. തീ നമ്മൾ കുറച്ച് വെക്കണം കേട്ടോ, അല്ലെങ്കിൽ എണ്ണ തീ പിടിക്കും. നമ്മൾ ശർക്കര ജനക്ക് മിക്സിയിലിട്ട് അടിക്കുമ്പോഴത്തേക്ക് നല്ല പഞ്ഞി ഉണ്ണിയപ്പമാണ് കിട്ടുന്നത്.
അപ്പം നമ്മളെ ഉണ്ണിയപ്പം റെഡിയായി. നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.